കല്യാണിക്കുട്ടിയെ എന്തേ അറിഞ്ഞ വിശേഷം? ആ കേസ് വിധിച്ചു. ഏത് കേസ്? അയാളുടെ ആ ദേവദാസ് കുറുപ്പിന്റെ. വിധിച്ചു, ശിക്ഷിച്ചു. അയ്യോ, ഇനി അയാൾ വല്ല കുഴപ്പമുണ്ടാക്കൂ ജാനകി? ഒരു ചുക്കും വരാനില്ല. കാട്ടുകള്ളൻ, അയാൾക്ക് ശിക്ഷ വേണം. എത്ര പാവങ്ങളെ അയാൾ കണ്ണീര് കുടിപ്പിച്ചിരിക്കണേ. എന്ന് വെച്ച് വലിയ വലിയ ആളുകളെടുത്ത് കയറിയാണോ നമ്മൾ വീരത്വം കാണിക്കേണ്ടത്? പിള്ളേരുടെ അച്ഛന് കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് എങ്ങും തൊടാണ്ട് നിൽക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എങ്ങും തൊടാണ്ട് നിൽക്കാനാണെന്ന് വെച്ചാ പിന്നെ സാറെന്തിനായി ജഡ്ജിന്റെ കുപ്പായ ഇട്ടുകൊണ്ട് നടക്കുന്നേ? ഓ, ഇതായിപ്പോ വലിയ കാര്യമായിപ്പോയി. എന്റെ ഭഗവതി, ഉള്ള മനസമാധാനം കൂടി ഇല്ലാണ്ടായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ ജാനകിയമ്മേ? നീ അറിഞ്ഞോ? ആ ദേവദാസ് കുറുപ്പിനെ ശിക്ഷിച്ചു. അത്രേ ഉള്ളൂ. അയാൾക്ക് അത് തന്നെ വേണം. അയാൾ ആരാ പുള്ളി? ആരായാലും എന്താമ്മേ, ഇനിയിപ്പോ ദേവേന്ദ്രൻ തന്നെ അറിഞ്ഞിരിക്കട്ടെ. കുറ്റം ചെയ്താൽ എന്താ ശിക്ഷിക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കൂഞ്ഞ്. സാറ് ചെയ്തതൊന്നല്ല 100 വട്ടം ശരിയാ. ഇത്രയും കാലമായിട്ടും അമ്മയ്ക്ക് ഇനിയും അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്കുറപ്പുണ്ട് അച്ഛൻ ശരി മാത്രമേ ചെയ്യൂ. നിനക്ക് അതൊക്കെ പറയാം. സാറ് വന്നു. എന്തൊക്കെ ജാനകിയമ്മേ വിശേഷം? ഒന്നുമില്ല, വെറുതെ വന്നതാ. നീ എന്താ നേരത്തെ വന്നത്? വർക്ക് സൈറ്റിലായിരുന്നു. ജോലി കഴിഞ്ഞപ്പോ പിന്നെ ഓഫീസിലേക്ക് പോയില്ല. നേരെ ഇങ്ങ് പോന്നു. 5 മണി വരെ ജോലി സ്ഥലത്ത് ഉണ്ടാകാൻ കൂടെ വേണ്ടിട്ടല്ലേ ശമ്പളം വാങ്ങുന്നത്? ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ഞാനിപ്പോ വരാം. കാപ്പി എടുക്കട്ടെ? ഞാനിപ്പോ വരാം. ബാലൻ വീട്ടിലുണ്ടോ? ഇല്ല മോനെ, വരാറാവണേ ഉള്ളൂ. ഫാക്ടറിയില് 5:30 വരെയല്ലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മോൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ സരളയുടെ വീട്ടിൽ ആഴ്ചപ്പതിപ്പ് വാങ്ങിക്കാൻ പോയതാ. ഒരാഴ്ചപ്പതിപ്പ് വാങ്ങിക്കാൻ പോക്ക് പല്ലവന്റെ കൂടെ പോയി പൊറുക്കാനുള്ള പെണ്ണ. കണ്ടിടത്തൊക്കെ തെണ്ടി നടക്കുന്നു. എന്താ അമ്മയും മോളും കൂടെ? ഒന്നുമില്ല സാറേ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. മുതിർന്നു എന്നൊരു വിചാരം പെൺകുട്ടികൾക്കില്ലാണ്ടായാൽ എന്താ ചെയ്യാ? ഉള്ളതിൽ വെച്ച് ഇളയതാവുമ്പോ അവൾ ഇപ്പോഴും കുട്ടിയാ. സാരമില്ല, ഈ പ്രായത്തിലൊക്കെ അല്ലേ അല്പ കുസൃതി കാണിക്കാൻ പറ്റൂ. പിന്നല്ലാതെ നമ്മുടെ പ്രായമായിട്ട്. എന്ന് വെച്ചാൽ അമ്മയെ ഉപദ്രവിക്കുന്നവരുടെ കേട്ടോ. ബാലനെവിടെ? ഇപ്പൊ വരും. അവൻ ജോലിക്കൊക്കെ എങ്ങനെ? നല്ല ഉത്സാഹമുണ്ടോ? അതെ സാറേ, തുടക്കത്തിലായതുകൊണ്ട് വലിയ ശുഷ്കാന്തിയാ. തുടക്കത്തിൽ മാത്രം പോരാ, അവസാനം വരെ വേണം. ചേട്ടൻ വന്നു. ഞാൻ പറയാറില്ലേ, ജഡ്ജി ജഗന്നാഥ് സാർ. നമസ്കാരം. ഫാക്ടറിയിലെ ഫോർമാനാണ് രാഘവേട്ടൻ. ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചിരിക്കുകയായിരുന്നു. ദേവദാസ കുറുപ്പിനെ വെറുതെ വിടുമെന്ന് രാഘവേട്ടൻ, ശിക്ഷിക്കുമെന്ന് ഞാനും. കൊടുക്കാൻ ഞാൻ ജയിച്ചേ. കാലുമാറി കളയരുത്. 10 രൂപ ബെറ്റ്. ഒന്ന് ചുമ്മാ തിരിയടാ ബാല. സാറിന്റെ മുമ്പ് വെച്ച് സംസാരിക്കാൻ അവന് വേറൊന്നും കണ്ടില്ല. കേട്ടോ മിസ്റ്റർ രാഘവൻ, ബാലനെ കൊണ്ട് എല്ല് മുറിയെ പണിയെടുപ്പിക്കുന്നു. ഒരു ദാക്ഷിണ്യവും കാട്ടരുത്. തുടക്കക്കാരനാണ്. അടി ഉറച്ചെങ്കിലേ മേൽഗതി ഉണ്ടാവും. ബാലൻ മിടുക്കനാണ് സാറേ. പണിയൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ വരട്ടെ. ശരി. ശരി സാറേ. എന്നെ അതെ, ഇവളെ അതെ. സ്വന്തം മക്കളെക്കാൾ കാര്യത്തിലാണ് അദ്ദേഹം നോക്കുന്നത്. ശത്രുക്കൾ പോലും കൈയെടുത്ത് തൊഴുതു പോവും. അതാ മനസ്സ്. വന്നാട്ടെ. കേട്ടോ കുഞ്ഞെ, ബാലന്റെ അച്ഛൻ സാറിന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. അങ്ങേര് മരിച്ച പിന്നെ ആ ക്ഷീണം അറിയാതെ എന്റെ കുട്ടിയോട് വളർന്നത് ഈ നല്ല മനസ്സിന്റെ തണലില്ല.